എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മണിപ്പൂരിൽ കത്തോലിക്ക സഭ 600-ലധികം വീടുകൾ വെച്ചു കൊടുക്കുന്നു. സൺഡേ ഷാലോം എന്ന ഒരു പത്രമാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വാർത്ത വായിച്ചപ്പോൾ വലിയ സന്തോഷം തോന്നി. എന്നാൽ ഈ വാർത്ത ആരും ഫേസ്ബുക്കിലൊന്നും ഷെയർ ചെയ്ത് കണ്ടില്ല. അപ്പോൾ കത്തോലിക്ക സഭയ്ക്ക് അങ്ങനെ ഒരു താല്പര്യം തോന്നി. അപ്പോൾ ഒരു ചോദ്യം ഞാൻ എന്നോട് ചോദിക്കുന്നു, ഞങ്ങൾ പെന്തക്കോസ്തുകാർ മണിപ്പൂരിന് വേണ്ടി എന്തു ചെയ്തു? അപ്പോൾ ഞങ്ങളിൽ ചിലർ പറയാൻ സാധ്യതയുണ്ട്, ഞങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ പരിണിതഫലമായിരിക്കും കത്തോലിക്ക സഭയ്ക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത്, മണിപ്പൂരിൽ 600-ലധികം വീട് വെച്ച് കൊടുക്കാൻ എന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. മണിപ്പൂരിലെ സംഭവം നമുക്കറിയാം. 2 വിഭാഗങ്ങൾ തമ്മിലുണ്ടായ ഒരു വലിയ സംഘടനമാണ്, കലഹമാണ് അതിൻ്റെ പിന്നിലുള്ള കാരണം. അതിനെ ചില വ്യക്തികൾ, സുവിശേഷകന്മാർ, സഭകൾ അതിനെ ഒരു രാഷ്ട്രീയവൽക്കരിച്ചു. അതായത് അവിടെ ക്രിസ്തീയ സമൂഹത്തിന് നേരിട്ട ആക്രമണമാണ്, അത് ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ഒരു കടന്നുകയറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പോസ്റ്റ് ഇടുകയും അതിനെതിരെ വീഡിയോ ചെയ്യുകയും ചെയ്ത ചില മഹാന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അവർ അവിടെ സന്ദർശിക്കുകയും അവിടെ കൊണ്ടുപോയി ബ്രെഡും ബണ്ണും പഴവും പിന്നെ ഇവിടെ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോയ കുറേ പഴയ തുണിയും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നല്ല വസ്ത്രങ്ങളും കുറച്ച് അരി ആഹാരങ്ങളൊക്കെ കൊടുത്തു. നല്ല കാര്യം, അതങ്ങനെ തന്നെ വേണം ചെയ്യാൻ. പക്ഷേ അതിൻ്റെ ഓളം നിന്നു. അതിനെക്കുറിച്ചുള്ള മുതലെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആരും മണിപ്പൂർ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. അതിൽ കുറേ പേര് ഫേമസായി, കുറേ പേര് അതുകൊണ്ട് കുറച്ച് സാമ്പത്തിക നന്മകളൊക്കെ ഉണ്ടാക്കി അതവർ അർഹതപ്പെട്ടവർക്ക് കൊടുത്തു. പക്ഷേ എൻ്റെ ചോദ്യം, ഒരാൾക്ക് ഒരു 10 കിലോ അരി മേടിച്ചു കൊടുത്തത് കൊണ്ട് അവൻ്റെ അന്നേരത്തെ ആ വിശപ്പ് മാറും എന്നുള്ളതല്ലാതെ അവന് നിലനിൽക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം ഈ മണിപ്പൂർ എന്ന സംസ്ഥാനത്തിന് വേണ്ടി കരയുന്ന ക്രൈസ്തവ സഭയിൽ, മറ്റ് ഇതര സഭകളിൽ, കത്തോലിക്ക സഭയൊഴികെ മറ്റ് ഇതര സഭകളിൽപ്പെട്ട, പ്രത്യേകിച്ച് പെന്തക്കോസ്റ്റൽ സമൂഹത്തിൽപ്പെട്ടവർ ഈ മണിപ്പൂർ എന്ന ഈ സംസ്ഥാനത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ ക്യാമ്പയിൻ ഫോർ മണിപ്പൂർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 100 വീടുകൾ വെച്ച് കൊടുക്കാൻ ഈ പെന്തക്കോസ്റ്റൽ സഭകൾ നോക്കിയാൽ നടക്കുകയില്ല. AG ചർച്ചക്കോട്, അതുപോലെ IPC, മറ്റ് ഇതര സഭകളൊക്കെ ഒന്ന് പരിശ്രമിച്ചാൽ അവിടെ ഏതാണ്ട് 200-ലധികം 300-ലധികം ക്രിസ്തീയ ദേവാലയങ്ങൾ അഗ്നിക്കിരയായി തകർക്കപ്പെട്ടു. ഇത് കാശുള്ള ഒരു കുടുംബം വിചാരിച്ചാൽ ഒരു വീട് വെച്ച് കൊടുക്കാൻ പറ്റത്തില്ലേ? എന്തുകൊണ്ടാണ് പെന്തക്കോസ്റ്റൽ സഭകൾ ഇങ്ങനെ ഒരു ആഹ്വാനം നടത്താത്തത്? എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊരു ക്യാമ്പയിൻ നടത്താത്തത്? എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ ഇവിടുത്തെ ഈ റിപ്പോർട്ട് ഞാനൊന്ന് വായിക്കാം. ഇംഫാൽ: മണിപ്പൂരിലെ കലാപത്തിൽ സർവ്വം നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി ഇംഫാൽ രൂപത 600-ലധികം വീടുകൾ വെച്ച് നൽകും. ഭൂരിഭാഗവും ക്രൈസ്തവ വിശ്വാസികളായ കുക്കി ഗോത്രത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയാണ് അതിരൂപത 600 വീടുകളുടെ നിർമ്മാണ പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇംഫാൽ രൂപത വികാരി ജനറൽ ഫാദർ വർഗീസ് വേലിക്കകം പറഞ്ഞു. അദ്ദേഹമാണ് മണിപ്പൂരിലെ സഭകളുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. മണിപ്പൂരിലെ മുംബി, സിംഗനാനാഥ്, ചുരാചന്ദ്രപൂർ ജില്ലയിലെ അഭയാർത്ഥികളിൽപ്പെട്ടവർക്കാണ് പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. ഇതിൻ്റെ ഫണ്ട് ശേഖരണത്തിനായി കോൺഫറൻസ് ഓഫ് ഡയസഷൻ പ്രീസ്റ്റ് ഓഫ് ഇന്ത്യ മിനിമം 500 രൂപ മണിപ്പൂരിന് എന്ന ഒരു ചലഞ്ച് തുടങ്ങിയിരിക്കുന്നു. അതായത് ആർക്ക് വേണേലും ഇതിൻ്റെ അകത്ത് ഭാഗവാക്കാകാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 500 രൂപ വെച്ച് ഇതിന് സഹായിക്കണം. അപ്പം പെന്തക്കോസ്തുകാരായ ഞങ്ങൾ കത്തോലിക്കർക്ക് പൈസ കൊടുക്കുകയില്ല, യാക്കോബക്കാർക്കും മാർത്തോമാക്കാരും എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിന് ഞങ്ങൾ പൈസ കൊടുക്കുകയില്ല. അത് ചിലരുടെ ഒരു ധാരണയാണ്. എന്നാൽ ആ ധാരണയ്ക്കൊരു മാറ്റം വരുത്തണം.
ഈ കത്തോലിക്ക സഭ ഇങ്ങനെ ഒരു ചലഞ്ച് വെച്ചിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് മറ്റുള്ളവർക്ക് പൈസ കൊടുക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നറിയില്ല. എങ്കിലും ഇതുമായി ബന്ധപ്പെട്ടൊന്ന് വിളിച്ചു ചോദിച്ചിട്ട് ഒരു 500 രൂപയെങ്കിലും ഈ ചർച്ച് ഈ ഓരോരുത്തർക്ക് വീട് പണിയുന്നതിന് നിങ്ങൾ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ല എങ്കിൽ ക്രൈസ്തവ സഭാ നേതൃത്വം, അതായത് പെന്തക്കോസ്റ്റൽ സമൂഹം ഇതിനു വേണ്ടി ഒരു 100 വീടെങ്കിലും വെച്ച് കൊടുക്കാനുള്ളൊരു പദ്ധതി തയ്യാറാക്കണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ മുതലക്കണ്ണീര് മാത്രമല്ല, നമ്മൾക്ക് ആത്മാർത്ഥമായി അവരുടെ സ്നേഹമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ എല്ലാവരും കിടന്ന് വാവിട്ട് കരയുകയും അത് ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാം വീഡിയോ ചെയ്യുകയും ചെയ്യും. എന്നാൽ അതിന് പ്രായോഗികമായ രീതിയിൽ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളത് ഒരു വളരെ ഖേദകരമായ കാര്യമാണ്. അപ്പോൾ ഏതാണ്ട് ഫെബ്രുവരി 2025 പണി പൂർത്തിയാക്കത്തക്ക രീതിയിലാണ് ഈ പരിപാടി പ്ലാൻ ചെയ്തേക്കുന്നത്. വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുക എന്ന് മാത്രമല്ല, സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് ആത്മീയ സഹായം കൂടെ നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രൊജക്റ്റ്. അഭയാർത്ഥികളാക്കപ്പെട്ടവരിൽ കുറേ ആളുകൾ അയൽ സംസ്ഥാനങ്ങളായ നാഗാലാൻഡ്, ആസാം, മിസോറാം എന്നിവിടങ്ങളിലേക്ക് ഓടിപ്പോയി. ബാക്കിയുള്ളവർ മണിപ്പൂരിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നു. അവരിലധികം പേരും സിംഗനാഥ്, ചുരാചന്ദ്രപൂർ ഇടവകളിൽപ്പെട്ടവരാണ്. അതാകട്ടെ ക്രൈസ്തവർ ഭൂരിപക്ഷമുള്ള സമൂഹമാണ്. അപ്പോൾ സിംഗു ഇടവകയിൽ നിന്നുള്ള കത്തോലിക്കർക്കാണ് വീട് വെച്ച് നൽകുന്നത് എന്ന് ഫാദർ വേലിക്കകം പറഞ്ഞു. അപ്പോൾ ഇടവകയിൽ മാത്രം ഏതാണ്ട് 1200-ലധികം വീടുകൾ നഷ്ടമായി. അവർക്ക് വീടും ഭൂമിയും വാഹനങ്ങളും ജോലിയും എല്ലാം നഷ്ടമായി എന്ന് ഫാദർ വേലിക്കകം പറയുന്നു. അവിടെ വീട് നഷ്ടപ്പെട്ടവർ, വാഹനം നഷ്ടപ്പെട്ടവർ, സ്ഥലം നഷ്ടപ്പെട്ടവർ ഇവരെല്ലാവരും ഉണ്ട്. എന്നാൽ കത്തോലിക്ക സഭ ഇങ്ങനെ ഒരു 600-ലധികം വീടുകൾ വെച്ച് കൊടുക്കാൻ കാണിച്ച അല്ലെങ്കിൽ അതിനെടുത്ത ഒരു റിസ്ക്, ഒരു താല്പര്യം വളരെ പ്രശംസനീയമാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പെന്തക്കോസ്റ്റൽ സഭകൾ, മറ്റ് ഇതര സഭകളും അവരെ സഹായിക്കാൻ മുമ്പോട്ട് വരണം. പെന്തക്കോസ്റ്റൽ സഭകൾ നോക്കിയാൽ ഒരു 1000 വീട് വെച്ച് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം കേരളത്തിലുള്ള IPC, ചർച്ച് ഓഫ് AG, ചർച്ച് ഓഫ് ഗോഡ് ഇതുപോലെയുള്ള എസ്റ്റാബ്ലിഷ്ഡ് സഭകൾ നോക്കിയാൽ ഒരു 1000-ലധികം വീടുകൾ മണിപ്പൂർ എന്ന സംസ്ഥാനത്തിൽ ഉള്ളവർക്ക് വെച്ച് കൊടുക്കാൻ സാധിക്കും. നമ്മൾ ഈ മുതലക്കണ്ണീര് മാത്രം ഒഴുക്കാതെ നമ്മുടെ കൈ തുറന്ന് മറ്റുള്ളവരെ സഹായിക്കാൻ അതൊരു മിഷൻ ചലഞ്ചായി ഏറ്റെടുത്ത് പെന്തക്കോസ്റ്റൽ സമൂഹം ഇതിന് തയ്യാറാകണം എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ്. പൊതുവെ ഞാൻ ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വലിയ വിമർശനങ്ങൾ നേരിടേണ്ടതായിട്ട് സാഹചര്യം വരുന്നുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പാസ്റ്റർക്ക് തല്ലിയിട്ട് കഴിയുമ്പോൾ ഓടിച്ചെന്ന് അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊരു വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്ത് അവിടെ നിന്ന് മുങ്ങുന്ന ഒരു സമീപനമാണ് പൊതുവെ ഈ സഭകൾക്കൊക്കെ ഉള്ളത്. ആ അവസ്ഥയ്ക്കൊരു മാറ്റം വരണം. മണിപ്പൂർ എന്ന സംസ്ഥാനത്തെ സഹായിക്കുക നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ചോദിക്കും, ഗവൺമെൻറ് സഹായിക്കില്ലേ? ഗവൺമെൻറ് സഹായിക്കുകയോ സഹായിക്കാതിരിക്കുകയോ അത് മറ്റൊരു കാര്യം. കത്തോലിക്ക സഭ എന്തായാലും അതൊരു റിസ്ക് ഏറ്റെടുത്തിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ പെന്തക്കോസ്റ്റൽ സഭകളും ഇങ്ങനെ ഒരു റിസ്ക് ഏറ്റെടുത്ത് ഏറ്റവും കുറഞ്ഞത് ഒരു 1000 വീടെങ്കിലും ഇവർക്ക് വെച്ചു കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ പറയുന്ന സുവിശേഷത്തിൻ്റെ മാഹാത്മ്യം വരുള്ളൂ. അല്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫേസ്ബുക്കിലും വാട്സപ്പിലും മണിപ്പൂരിൽ നടക്കുന്നു ആക്രമണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് കേൾക്കാതിരിക്കുക. എന്തായാലും ഒരു ക്രിസ്തീയ ധർമ്മം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുക, അവരെ സഹായിക്കുക, ഇല്ലായ്മയിൽ അവരെ സഹായിക്കുകയും അനാഥരെയും വിധവമാരെ അവരുടെ സങ്കടത്തിൽ പോയി കാണുന്നതും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കത്തോലിക്ക സഭ ചെയ്ത ഈ പ്രവൃത്തി മറ്റ് ഇതര സഭകൾക്കും ഒരു മാതൃകയാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ടും അവരെ അഭിനന്ദിച്ചുകൊണ്ടും നിർത്തുന്നു. ദൈവം സഹായിക്കട്ടെ.